ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോൾ ദേ ചേച്ചിമാരുടെ കോള്. ആതിരെ വാ ഒന്ന് നടക്കാൻ പോയാലോ എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവാമെന്ന് ഞാൻ. ഇവിടുത്തെ ഭാഷ ഹീബ്രു ആണല്ലോ, അതുകൊണ്ട് തന്നെ അമ്മാമ്മയുടെ കൂടെ ഇരുന്നിരുന്ന് ഞാനിനി മലയാളം തന്നെ മറന്നു പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നടന്ന് പോയത് ഒരു സെമിത്തേരിയിലേക്കാണ് കേട്ടോ. ഈ പ്രദേശത്തുള്ളവരൊക്കെ മരിച്ചാൽ ദേ ഇവിടെയാണ് പോലും അടക്കം ചെയ്യാറ്. ഒരു ഫാമിലിക്ക് ഒരു കല്ലറ എന്ന പോലെ. എനിക്ക് ഈ അമ്പലത്തിൽ പോകുന്നത് പോലെ തന്നെ ഇഷ്ടമുള്ള കാര്യമാണ് സെമിത്തേരിയിൽ പോകുന്നതും. പണ്ട് 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിനടുത്തൊരു സെമിത്തേരി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിലും സെമിത്തേരിയിലും പോയി കുറേ നേരം ഇരുന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മൊമെൻറ്റിൽ മൈൻഡ് വളരെയധികം റിലാക്സ് ആകുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ പ്രവാസ ജീവിതത്തിലാണ് ഒറ്റപ്പെടലിൻ്റെ വേദനയും അതുപോലെ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന കുറേ ദിവസങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതേ ഒരു സിറ്റുവേഷനിലാണ്. ഇവിടെ വന്ന് ഇറങ്ങിയത് മുതൽ വീടും വീട്ടുകാരെയും നാടും നാട്ടുകാരും ഒക്കെ വിട്ടു വന്നതിൻ്റെ വിഷമം, ഈ പാറിപ്പറന്ന് നടന്ന കിളിയെ പിടിച്ച് കൂട്ടിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ, ദ സെയിം സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നാട്ടിൽ നിന്ന് ചിലരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഈ വിഷമം പറയുമ്പോഴേ അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ആരേലും പറഞ്ഞോ നിന്നോട് ഈ കുറ്റിയും പറിച്ച് അങ്ങോട്ടേക്ക് പോകാൻ, ഉള്ള കഞ്ഞിയും കുടിച്ച് എവിടെയെങ്ങാനും കിടന്നാൽ പോരായിരുന്നോ എന്ന്. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, നമ്മുടെ സൗണ്ടൊന്ന് മാറുമ്പോഴേക്കും നമ്മളൊന്ന് ഡള്ളാവുമ്പോഴേക്കും നീ ഓക്കെ അല്ലേ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാർ. പക്ഷേ നമ്മളെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരാണ്. പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ ദേ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരണം കേട്ടോ, എങ്കിലേ നമുക്ക് കൂടെ നിൽക്കുന്നവരെ പോലും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നാടും വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ആർഭാട ജീവിതത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്നത് മാത്രമേ ഞാൻ ലക്ഷ്യമായി കാണുന്നുള്ളൂ. പറഞ്ഞ് എങ്ങോട്ടോ കാട് കയറിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്